ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പൊ എല്ലാ ക്വാർട്ടറിലും ആയിരക്കണക്കിന് സ്റ്റോക്സ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സ്റ്റോക്കുകളിൽ വലിയ മൂവ്മെന്റ് നടക്കുന്നതിന് മുമ്പ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സൈലന്റ് സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങും. അപ്പൊ ആ ഒരു ഓണർഷിപ്പ് ചേഞ്ച് നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചാൽ മാർക്കറ്റിന്റെ അടുത്ത നീക്കം മറ്റുള്ളവരെക്കാളും മുന്നേ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രീവിയസ് ക്വാർട്ടറിലെ കമ്പനികൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ DI അതുപോലെ FI ആക്ടിവിറ്റീസ് ശ്രദ്ധേയമായ ഓൾമോസ്റ്റ് 20 കമ്പനികൾ നമ്മളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവരുടെ ഫണ്ടമെന്റൽസും ഇവിടെ സ്ട്രോങ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന 20 കമ്പനികൾ വരുന്നത്. ഇപ്പം ഈ ട്രെൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മണിന്റെ ഇൻഫ്ലുവൻസ് റെക്കോർഡ് ലോ ലെവലാണ്. മാർച്ച് 2026 NSEയിൽ ലിസ്റ്റഡ് കമ്പനീസിൽ DI ഓണർഷിപ്പ് 19.6% വരെ എത്തി. അതേസമയത്ത് FI ഓണർഷിപ്പ് 15.8% വരെ കുറഞ്ഞു. അപ്പൊ ഇത് 17 വർഷത്തിലെ ഏറ്റവും ലോ ലെവലാണ്. മ്യൂച്വൽ ഫണ്ട് ഷെയറും റെക്കോർഡ് ഹൈ ലെവലിലാണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേക്ക് കൂടുന്ന ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് സിഗ്നൽ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ സാധ്യതയുണ്ട്. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ മണി എവിടെയാണ് പോകുന്നത്, കൂടാതെ ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് വിശാൽ മെഗാമാർട്ട് ലിമിറ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്റ്റോക്ക് ഹോൾഡിംഗ് പാറ്റേണിൽ നല്ലൊരു മാറ്റം ഇവിടെ ഉണ്ടായിരുന്നു. FI സ്റ്റേക്ക് ഏകദേശം 6% കൂടി, അതേസമയത്ത് DI സ്റ്റേക്ക് ഓൾമോസ്റ്റ് 7.2% കൂടി. ഇപ്പൊ നമ്മള് നമ്പേഴ്സ് നോക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് കമ്പനി ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ വിശാൽ മെഗാമാർട്ട് എന്ന ഓഫ്ലൈൻ ഫസ്റ്റ് വാല്യൂ റീറ്റെയിൽ കമ്പനിയാണ്. അപ്പൊ ഇത് മിഡിൽ ഇൻകം കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് അപ്പാരൽ, FMCG പ്രൊഡക്ട്സ്, ജനറൽ മെർച്ചൻഡൈസ് വിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള റീറ്റെയിൽ ചെയ്യുന്ന ഇവർ വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി ഏകദേശം 75% സെയിൽസ് പ്രൈവറ്റ് ലേബൽസ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് ഇടനിലക്കാരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കും. അങ്ങനെയാകുമ്പോൾ ഗ്രോസ് മാർജിൻ ഏകദേശം 28 മുതൽ 29% വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. അതേസമയത്ത് ഓർഗനൈസ് റീറ്റെയിൽ സെക്ടർ അൺഓർഗനൈസ് റീറ്റെയിൽ സെക്ടറിനേക്കാളും വേഗത്തിൽ വളരും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ 2028 ആകുമ്പോഴേക്കും ഗ്രോത്ത് പ്രൊജക്ഷൻ ഏകദേശം 20%. അതുകൊണ്ട് തന്നെ ഗ്രോത്തിന് ഇനിയും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് ഇവിടെ വ്യക്തമാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി ഏകദേശം 24% സെയിൽസ് CAGR അതുപോലെ 48% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് അതുപോലെ നെറ്റ് മാർജിൻ സ്ട്രോങ് റേഞ്ചിൽ ഇവിടെ നിന്നിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള റീറ്റെയിൽ കമ്പനികളെ നമുക്ക് ജസ്റ്റ് സെയിൽസ് നമ്പർ വെച്ച് മാത്രം ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കില്ല. അപ്പൊ കമ്പനി പെട്ടെന്ന് തന്നെ പുതിയ സ്റ്റോറുകൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. എന്നാൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷത്തിൽ കുറച്ച് സ്ലോ ആയതുപോലെ ഇവിടെ തോന്നിയിട്ടുണ്ട്. അതേസമയത്ത് സെയിം സ്റ്റോഴ്സ് എന്നുള്ള സെയിൽസ് ഗ്രോത്ത് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാനേജ്മെന്റ് പറയുന്നത് 10 മുതൽ 12% എന്ന റേഞ്ച് ഒരു ഹെൽത്തി ലോങ് ടേം ഗ്രോത്ത് ആയിട്ട് കണക്കാക്കാവുന്നതാണെന്ന്. കൂടാതെ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ റവന്യൂ ഏകദേശം 22% ഇവിടെ വളർന്നു. അപ്പൊ അതിന്റെ ഒപ്പം മാർജിൻ എക്സ്പാൻഷൻ ഇവിടെ ഉണ്ടായി. അപ്പൊ കമ്പനി ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിൽ 80 മുതൽ 100 പുതിയ സ്റ്റോഴ്സ് ഇവിടെ ആഡ് ചെയ്യുന്നതാണെന്നുള്ളത്. അപ്പൊ 2026 ഫൈനാൻഷ്യൽ അവസാനത്തോടെ കമ്പനിക്ക് 795 സ്റ്റോറുകളുണ്ട്. അപ്പൊ ഇത് ഏകദേശം 12,900 കോടി റവന്യൂവിൽ ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ ഇത് ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് റവന്യൂ പെർ സ്റ്റോർ ഏകദേശം 16 കോടിയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? പുതിയ 100 സ്റ്റോറുകൾ തുറക്കുമ്പോൾ കമ്പനിയുടെ ആനുവൽ റവന്യൂ കപ്പാസിറ്റി ഏകദേശം 1600 കോടികൾ ഇവിടെ കൂടും. എന്നാൽ ഇവിടെ വാല്യൂഷൻ അത്യാവശ്യം പ്രീമിയം ആണ്. സ്റ്റോക്ക് ഏകദേശം 68x P-യിലാണ്, അതുപോലെ തന്നെ 30x EV/EBITDA അടുത്താണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രി ആവറേജിനേക്കാളും നല്ല പോലെ കൂടുതലാണ്. അതെ, കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി ഏകദേശം 39% പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈവൻ ഇത് അക്കൗണ്ട് ചെയ്തതിനു ശേഷം പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ PG റേഷ്യോ ഇവിടെ വരുന്നത് ഏകദേശം 1.7x അടുത്താണ്. ഇനി നമ്മളിവിടെ റിസ്കും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യത്തെ കാര്യം, കമ്പനിയുടെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കുറയുന്ന ട്രെൻഡാണ്. ഇതിപ്പോ ഏകദേശം 11% വരെ താഴ്ന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ ഇത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലും കർണാടകയിലും ചെയ്യുന്ന സ്റ്റോർ എക്സ്പാൻഷനിൽ സ്റ്റോർ പ്രൊഡക്ടിവിറ്റി ഇപ്പൊ കമ്പനി ആവറേജിനേക്കാളും ഏകദേശം 15% ഇവിടെ കുറവാണ്. അപ്പൊ ഇതൊക്കെ കമ്പനിയുടെ ആക്ച്വൽ എഫിഷ്യൻസിയും സ്കെയിലബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷണൽ മെട്രിക്സ് ആണിത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ട്രെൻഡ് വളരെ ശ്രദ്ധയോടെ ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്ന ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ് ആണ്. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഫേമസ് CP+ അഡ്വർടൈസ്മെന്റ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാവും. മുകളിൽ ഇരിക്കുന്ന ആള് എല്ലാം കാണുന്നുണ്ട്. അപ്പം ഇത് ആ സെയിം കമ്പനി തന്നെയാണ് ആദിത്യ ഇൻഫോടെക്. അപ്പൊ ഇവിടെ DI സ്റ്റേക്ക് 4%-ലധികം കൂടിയിട്ടുണ്ട്. അതേസമയത്ത് FI സ്റ്റേക്ക് ഏകദേശം 1.35% വരെ കൂടിയിട്ടുണ്ട്. അപ്പൊ കമ്പനി പ്രൈമർലി വീഡിയോ സർവൈലൻസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രൊഡക്റ്റ് ബിസിനസ്സിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർ CP+ ബ്രാൻഡ് കീഴിൽ CCTV ക്യാമറാസ്, റെക്കോർഡേഴ്സ്, സ്റ്റോറേജ് സൊല്യൂഷൻ അതുപോലെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താന്ന് വെച്ചാൽ അടുത്ത 4 വർഷത്തിൽ ഇന്ത്യയുടെ വീഡിയോ സർവൈലൻസ് മാർക്കറ്റ് 16% CAGR-ലധികം വളരും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ വലുതാണ്. ഇന്ത്യയിൽ CCTV പെൻട്രേഷൻ ഇപ്പം 100 പേർക്ക് 1.1 ക്യാമറാസ് മാത്രമാണ്. അപ്പൊ ഇത് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 15-ലധികമാണ്, ചൈനയിൽ 14-ലധികം, UK-യിൽ 17-ലധികം ക്യാമറാസ് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്റ്റോറിനെ നമ്മൾ നമ്പേഴ്സ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി ഏകദേശം 24% സെയിൽസ് CAGR 19% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് അതുപോലെ നെറ്റ് മാർജിനും ഓവറോൾ ഇംപ്രൂവിംഗ് ട്രെൻഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ നെറ്റ് മാർജിൻ 2025 ഫൈനാൻഷ്യലിൽ ഇവിടെ കൂടി. അപ്പൊ ഇത് ടെമ്പററി ആയിരുന്നു, വിത്ത് അക്വിസിഷൻ റേറ്റഡ് ഗെയിൻസിൽ നിന്നായിരുന്നു. എന്നാൽ ഇവിടുത്തെ ട്രെൻഡ് ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് Q3 FY26 ക്വാർട്ടറിൽ റവന്യൂ 37% വളർന്നു. ഇവിടെ എബിറ്റ അതുപോലെ പാറ്റ് ഗ്രോത്ത് സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഗ്രോത്തിന് മെയിൻ ട്രിഗറിൽ ഒന്ന് സൈബർ സെക്യൂരിറ്റി റെഗുലേഷൻ ആയിരുന്നു. ഇപ്പൊ ചില പുതിയ കംപ്ലൈൻസ് റിക്വയർമെന്റ്സ് കാരണം പല നോൺ കംപ്ലൈന്റ് ഫോറിൻ ബ്രാൻഡ്സും പ്രഷർ ഇവിടെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർട്ടിഫൈഡ് പ്രൊഡക്ട്സിന്റെ സ്ട്രോങ് പോർട്ട്ഫോളിയോ കാരണം CP+ന് അവരുടെ മാർക്കറ്റ് ഷെയർ 39% എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യൽ ഗൈഡൻസ് സ്ട്രോങ് ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി അവരുടെ മന്ത്ലി പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏകദേശം 2.1 മില്യൺ യൂണിറ്റ്സ് ഇന്ന് ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 ഏകദേശം 2.4 മില്യൺ യൂണിറ്റ്സ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ബേസ് ചെയ്ത് 2027 ഫൈനാൻഷ്യൽ റവന്യൂ ഗൈഡൻസ് ഏകദേശം 5500 കോടിയിലധികമാണ്. ഇപ്പൊ ട്രെയിലിംഗ് 12 മന്ത്സ് റവന്യൂ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 45% ഗ്രോത്ത് ആണ് ഇത് കാണിക്കുന്നത്. അതേസമയത്ത് മാനേജ്മെന്റിന് എബിറ്റ ഗൈഡൻസ് 12 മുതൽ 13% റേഞ്ചിലേക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം 7.5 മുതൽ 8.5% എത്തിക്കാനായിട്ടും. ഇപ്പൊ ഗവൺമെന്റ് കോൺട്രാക്റ്റും മെയിൻ ഗ്രോത്ത് ട്രിഗർ ആവാം ഇവിടെ. ഇപ്പൊ മാനേജ്മെന്റ് പ്രകാരം അടുത്ത 2 വർഷത്തിൽ റെയിൽവേ സെഗ്മെന്റ് മാത്രം ഏകദേശം 2000 മുതൽ 3000 കോടി മൂല്യമുള്ള ഓർഡേഴ്സ് നേടാം. അപ്പൊ ഇത് കമ്പനിയുടെ 2027 ഫൈനാൻഷ്യൽ ഗൈഡഡ് റവന്യൂ സൈസിന്റെ ഏകദേശം 40 മുതൽ 50% എന്നാലും ഇവിടെ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റ് റിസീവബിൾ ഡേയ്സ് അതുപോലെ ഇൻവെന്ററി ഡേയ്സ് രണ്ടും ഇവിടെ കൂടിയിട്ടുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ 3 വർഷത്തിൽ ഹ്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നെഗറ്റീവ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ CFO ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ സിഗ്നിഫിക്കന്റ് ഫ്ലക്ച്വേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പ്രധാനമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ കാരണമാണ് ഇവിടെ സംഭവിച്ചത്. പ്രത്യേകിച്ച് റിസീവബിൾസും ഇൻവെന്ററിയും കൂടിയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെട്രിക് നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തേർഡ് കമ്പനി വരുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സിലായിട്ട് DI സ്റ്റേക്ക് 4%-ലധികം കൂടി. അതുപോലെ FI സ്റ്റേക്ക് ഏകദേശം 1% ഇവിടെ കൂടി. ഇപ്പം ബെയിൽ ഒരു പവർ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആണ്. ഇപ്പോൾ പവർ പ്ലാന്റ്സ്, ട്രാൻസ്മിഷൻ, റിന്യൂവബിൾ, ഡിഫൻസ് അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലേക്ക് പ്രൊഡക്ട്സ് അതുപോലെ സർവീസസ് നൽകുന്നവരാണ്. അപ്പൊ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താന്ന് വെച്ചാൽ റിന്യൂവബിൾ ഒഴിച്ച് ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് യൂട്ടിലിറ്റി പവർ കപ്പാസിറ്റിയിൽ ബെയിൽ ഏകദേശം 55% ഷെയർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 14% സെയിൽസ് CAGR 21% പ്രോഫിറ്റ് CAGR ഇവിടെ നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് അതുപോലെ നെറ്റ് മാർജിൻ നിലവിൽ മൾട്ടി ഇയർ ഹൈന്റെ അടുത്താണ്. അപ്പോൾ കമ്പനിയുടെ ഓർഡർ ബുക്ക് ടു സെയിൽസ് റേഷ്യോ അവരുടെ ഹയസ്റ്റ് ലെവലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ബെയിലിന്റെ എക്സിക്യൂഷൻ സൈക്കിൾ സ്ലോ ആയിരുന്നു. കാരണം പവർ പ്രൊജക്ട്സ് വളരെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അതുപോലെ 4-5 വർഷത്തെ ജസ്റ്റേഷൻ പീരീഡും ഉണ്ട്. 2020 അതുപോലെ 2025 ഫൈനാൻഷ്യൽ ഇടയ്ക്ക് കമ്പനിക്ക് ആനുവലി ഓർഡർ ബുക്കിന്റെ ഏകദേശം 20 മുതൽ 25% മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് നമ്പേഴ്സ് നോക്കിയാൽ Q4 FY26 കമ്പനി അവരുടെ ഹയസ്റ്റ് എവർ ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവന്യൂ ഇയർ ഓവർ ഇയർ ഏകദേശം 37% കൂടി 12,300 കോടിയായി. അപ്പൊ ഇതിന്റെ മെയിൻ ഡ്രൈവർ പവർ സെഗ്മെന്റ് ആയിരുന്നു. ഇംപ്രൂവ്ഡ് എക്സിക്യൂഷൻ കാരണം ഈ ഒരു സെഗ്മെന്റ് റവന്യൂ മാത്രം തന്നെ ഇയർ ഓവർ ഇയർ 54% വളർച്ച ഇവിടെ നേടി. ഇപ്പൊ ബെയിലിന്റെ ഏറ്റവും വലിയ ഗ്രോത്തിന്റെ കാരണം അവരുടെ റെക്കോർഡ് ഹൈ ഓർഡർ ബുക്ക് ആണ്. ഇപ്പൊ Q4 FY26 ഇത് ഏകദേശം 2.4 ലക്ഷം കോടിയായിരുന്നു. അത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 7 മടങ്ങാണ്. ഇപ്പൊ പവർ പ്രോജക്ട്സിന്റെ എക്സിക്യൂഷൻ സൈക്കിൾ പൊതുവെ 3 മുതൽ 5 വർഷമാണ്. ബെയിലിന്റെ മാനേജ്മെന്റോട് വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ 2032 80 മുതൽ 97 ഗിഗാവാട്ട് പുതിയ തെർമൽ പ്ലാന്റ്സ് സ്ഥാപിക്കേണ്ടതുണ്ടെന്നാണ്. അപ്പൊ ഈ ഒരു വലിയ ഡിമാൻഡ് കാരണം ബെയിലിന് ഭാവിയിൽ കൂടുതൽ പ്രോജക്ട്സും ഓർഡേഴ്സും ലഭിക്കാൻ വേണ്ടി ഇവിടെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ റിസ്ക്കും ഉണ്ട്. ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ ബെയിലിന്റെ എക്സിക്യൂഷൻ സ്പീഡ് സ്ലോ ആയിരുന്നു. അതുപോലെ ഡിലേ, പെനാൽറ്റീസും കോസ്റ്റ് റൺസിനും ഒക്കെ കാരണമാവും. അതേസമയത്ത് വീക്ക്നെസ് ഇൻഡസ്ട്രി സെഗ്മെന്റിൽ വിസിബിൾ ആണ്. Q4 FY26 റവന്യൂ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. അതുപോലെ എബിറ്റ മാർജിൻ നല്ലപോലെ ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ ശ്രദ്ധയോടെ തന്നെ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് BSC ലിമിറ്റഡ് ആണ്. അപ്പൊ ഇവിടെയും സെപ്റ്റംബർ 2025 മുതൽ തുടർച്ചയായിട്ട് സ്റ്റേക്ക് കൂടിയേക്കുന്ന കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. FI ഹോൾഡിംഗ്സ് ഏകദേശം 2% കൂടിയപ്പോൾ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ DI ഹോൾഡിംഗ്സ് 1%-ലധികം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ BSC മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അപ്പോൾ സ്വയം ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഇൻവെസ്റ്റേഴ്സിന് ട്രേഡ് ചെയ്യാനും സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യാനും ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാനും അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി പല സെഗ്മെന്റിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്വിറ്റീസ്, ഡെറിവേറ്റീവ്സ്, ഡെറ്റ്, കറൻസീസ്, മ്യൂച്വൽ ഫണ്ട്സ്, മാർക്കറ്റ് ഡേറ്റ സർവീസസിലെല്ലാം.
അപ്പൊ NSE വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓവറോൾ എക്സ്ചേഞ്ച് റവന്യൂ പൂളിൽ BSEയുടെ ഷെയർ ഏകദേശം 23% മാത്രമാണ്. അപ്പൊ മിക്ക സെഗ്മെന്റിലും NSE സ്ട്രോങ് ആണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ പ്ലാറ്റ്ഫോമിൽ BSE സ്റ്റാർ MFൽ BSE ഏകദേശം 90% മാർക്കറ്റ് ഷെയർ അവർക്കുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഫൈനാൻഷ്യൽസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി ഏകദേശം 50% സെയിൽസ് CAGR അതുപോലെ 68% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. BSEന്റെ റവന്യൂ മോഡലും അത്യാവശ്യം ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പൊ അവരുടെ ഇൻകത്തിന്റെ ഒരു മെയിൻ പോർഷനും ട്രാൻസാക്ഷൻ ചാർജിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നതാണ് ഇക്വിറ്റീസ്, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, അതിൽ ക്ലിയറിംഗ് സർവീസസും. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ ടോട്ടൽ റവന്യൂന്റെ ഏകദേശം 74% ഈ ഒരു സെഗ്മെന്റ് നിന്നാണ് വന്നേക്കുന്നത്. ബാക്കി റവന്യൂ ലിസ്റ്റിംഗ് സർവീസസ്, മാർക്കറ്റ് ഡേറ്റ സർവീസസ്, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കണക്ടിവിറ്റി, അതിൽ ട്രഷറി ഇൻകത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, കമ്പനിയുടെ മാർജിൻ തുടർച്ചയായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2026 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 64% എത്തിയിട്ടുണ്ട്. ഇപ്പോൾ BSE ഒരു സ്ട്രോങ് Q4 FY26 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഏകദേശം 85% വളർന്ന് 1560 കോടിയിലധികം എത്തിയിട്ടുണ്ട്. അപ്പം ഇതിന്റെ പുറകിലെ ഏറ്റവും വലിയ ഫാക്ടർ ഡെറിവേറ്റീവ് സെഗ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ റവന്യൂ ഇയർ ഓവർ ഇയർ ഏകദേശം 138% വളർന്നു. ഈ ഒരു പ്രീമിയം ആവറേജ് ഡെയിലി ടേൺ ഓവറിൽ ഉണ്ടായ വലിയ വളർച്ചയാണ്. അപ്പൊ കമ്പനി ഒരു ഫോർമൽ FY27 ഗൈഡൻസ് ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. എന്നാൽ ബ്രോഡർ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എക്കോസിസ്റ്റം 2030 വരെ 9%-ലധികം CAGR വളരും എന്നിവിടെ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ട്രെൻഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2020 ഫൈനാൻഷ്യലിൽ ഏകദേശം 3 കോടി ഡിമാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യൽ ആയപ്പോഴേക്കും 12 കോടി കടന്നു. അതേസമയത്ത് ആളുകളുടെ സേവിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റിൽ ക്യാഷ് ആയിട്ട് ഇരിക്കുന്നതിൽ നിന്ന് പതുക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ റിസ്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ BSEയുടെ റീസെന്റ് ഗ്രോത്ത് കൂടുതലും ഇക്വിറ്റി ഡെറിവേറ്റീവ്സിനെയാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഇപ്പൊ Q4 FY26 ഇത് റവന്യൂലേക്ക് ഏകദേശം 74% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക്. ഇപ്പൊ BSE ഒരു ഹൈലി റെഗുലേറ്റഡ് മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ച് സെബിയുടെ പോളിസി ചേഞ്ച് ട്രേഡിംഗ് വോളിയം ഡയറക്റ്റ്ലി ഇവിടെ ബാധിക്കാം. ഈ അടുത്ത സെബി മെഷേഴ്സിനെ തുടർന്ന് ബാങ്ക് എക്സും സെൻസെക്സ് ഓപ്ഷൻസിലും ഓൾറെഡി ഒരു നോട്ടീസബിൾ സ്ലോ ഡൗൺ ട്രേഡിംഗ് വോളിയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു റീസെന്റ് ക്വാർട്ടേഴ്സിൽ FISും DSും അവരുടെ സ്റ്റേക്ക് ഏകദേശം 1% വരെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ പ്രീമിയർ എനർജീസ് എന്ന ബിസിനസ് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു സോളാർ ഹാർഡ്വെയർ മാനുഫാക്ചർ ആണ്. അപ്പൊ അവർ മെയിൻലി സോളാർ സെൽസും സോളാർ മൊഡ്യൂൾസ് അല്ലെങ്കിൽ പാനൽസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊഡക്ട്സ് വലിയ സോളാർ ഡെവലപ്പേഴ്സിലേക്കും EPC കമ്പനീസിലേക്കും അതുപോലെ ഗവൺമെന്റ് റിലേറ്റഡ് സോളാർ പ്രൊജക്ട്സിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2025 ഫൈനാൻഷ്യലിൽ ഇന്ത്യയുടെ മൊഡ്യൂൾ ഷിപ്മെന്റിൽ കമ്പനിയുടെ ഷെയർ വരുന്നത് ഏകദേശം 5%. അതുപോലെ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ കൂടുതലാണ്. ഇന്ത്യയുടെ ഇൻസ്റ്റോൾഡ് സോളാർ കപ്പാസിറ്റി നവംബർ 2025 132.85 ഗിഗാവാട്ട് വരെ എത്തി. അതുപോലെ നാഷണൽ ടാർഗറ്റ് 2030 ആകുമ്പോഴേക്കും 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂൽ കപ്പാസിറ്റി നേടാനായിട്ടാണ്. ഇനി നമ്മൾ ഫൈനാൻഷ്യൽസിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി ഏകദേശം 62% സെയിൽസ് CAGR അതുപോലെ 133% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് അതുപോലെ നെറ്റ് മാർജിനും കൺസിസ്റ്റന്റ്ലി ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാർജിൻ എക്സ്പാൻഷന്റെ മെയിൻ റീസൺ കമ്പനി ഹൈ മാർജിൻ DCR മൊഡ്യൂൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു DCR മൊഡ്യൂൾസ് ഗവൺമെന്റ് ലീഗൽ പ്രോജക്ട്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർമൽ പ്രൊഡക്ട്സിനേക്കാളും പ്രീമിയം പ്രൈസിന് ഇവിടെ ലഭിക്കും. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് Q4 FY26 നമ്പേഴ്സിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി ഇയർ ഓവർ ഇയർ ഏകദേശം 38% റവന്യൂ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2026 പ്രകാരം കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏകദേശം 14,000 കോടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 1.7 ഇരട്ടിയാണ്. മാനേജ്മെന്റ് പ്രകാരം ഇതിൽ ഏകദേശം 70 മുതൽ 75% വർക്ക് അടുത്ത 12 മാസത്തിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയർ ടേം റവന്യൂ വിസിബിലിറ്റി സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രതീക്ഷ. എന്നാൽ നമ്മളിവിടെ മോണിറ്റർ ചെയ്യേണ്ട കുറച്ച് റിസ്ക്കും കൂടി ഉണ്ട്. ഇപ്പൊ 2025 അതുപോലെ 2026 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്ക് ഇൻവെന്ററി ലെവൽസ് നല്ലപോലെ ഇവിടെ കൂടിയപ്പോൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 3x നിന്ന് 2.3x ഇടിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻവെന്ററി ലെവൽസും വർക്കിംഗ് ക്യാപിറ്റലും ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് എന്ന് ഇവിടെ പറയുന്നത്. സോ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 20 കമ്പനീസിൽ നിന്ന് 5 ഫണ്ടമെന്റൽ സ്ട്രോങ് സ്റ്റോക്സ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഈ അടുത്ത് FIs അല്ലെങ്കിൽ DST ചേഞ്ച് ചെയ്ത ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ ഈ ഒരു കമ്പനിയിൽ ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് കവർ ചെയ്താണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.